ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ ഇന്നലെ ആയിരുന്നു നമ്മുടെ പയ്യന്റെ ബർത്ത്ഡേ, യാസറിന്റെ. ഇന്നലെ ഈദുമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ സുബിന്റെ വീട്ടിലായിരുന്നു ഈദ് ആഘോഷിച്ചത്. നമ്മളിവിടെ റാനിയുണ്ട്. യെസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തേലും മഷ്കൂഫ് അൽ ഇറാഖി. ഒരു രക്ഷയില്ല, പ്രളയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാലോ. ഇവിടെ വൻ ജനം. സോ നമ്മള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പയ്യന്റെ ബർത്ത്ഡേ ട്രീറ്റ് ആണ് ഗൈസ്. അത് മാത്രമല്ല, നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ഇതിന്റെ കുറെ റീൽസ് കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഫുഡ് അടിക്കാം. അപ്പൊ അത് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇതാണ് കട കേട്ടാ. ഇതാണ് അൽ മസ്കൂഫ് അൽ ഇറാഖി. ഇതാണ് ജനം കണ്ട. രണ്ട് മണിക്കൂർ അകത്തിരിക്കണമെങ്കിൽ 2 മണിക്കൂർ. അപ്പൊ നമ്മൾ വെളിയിൽ ഇരിക്കാം എന്ന് തീരുമാനിച്ചു. ജനം എന്ന് പറഞ്ഞാൽ അകത്ത് മൊട്ടു സൂചി ഇട്ട് കഴിഞ്ഞാൽ അല്ലോന്ന് വിളിക്കും. അതുകൊണ്ട് ഇങ്ങനെയും ജനം ഉണ്ടാകും. ഒരു രക്ഷയില്ല. അകം ഫുൾ ഹൗസ് ഫുൾ. എന്താണെങ്കിലും ലവ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതോയിരിക്കും. ദ ബർത്ത്ഡേ ബോയ് ഈസ് ഹിയർ. എന്താ വലിയൊരു ഞാനൊക്കെ മനസ്സിൽ വെച്ചേക്കണേ. ഒരു വെറുതെ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ റാ. ഈദ് മുബാറക്. എടാ ഹാപ്പി ബർത്ത്ഡേ. സനീയുടെ വകയും എന്റെ വകയും എന്റെ വകയും. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. വേണമെങ്കിൽ അൺബോക്സ് ചെയ്തു. മെഹദി യു ലുക്കിംഗ് വെരി പ്രിറ്റിയാ. ഞാൻ പറഞ്ഞോളൂ ഇപ്പൊ തന്നെ. ആണോ? എന്താ സാധനം മനസ്സിലായ? ഇത് മറ്റേ പഴയ കാസറ്റ് പ്ലെയർ അറിയോ? ഒരു കാസറ്റും ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത്. അതൊന്നും എടുത്തേ. അതിന്റെ അകത്തുണ്ട്. ഇത് സനീര വകെ. സനീഖ വക. സനീര വകയാണ്. ഈ ഹോർമൂസിന്റെ ഒക്കെ കാരണം നമ്മൾ കുറച്ച് പിച്ച സെറ്റപ്പിലാണ്. അതുകൊണ്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ 2 ഓക്കെ. നീ വാങ്ങിക്കൂന്ന് പറഞ്ഞു. ആണോ? വെർജിൻ മെഗാ സ്റ്റോഴ്സ്. ഇനി ഒരു കാസറ്റും കൂടെ ഉണ്ട്. അത് ഇതിലിടാനായിട്ട്. ഇത് എനിക്ക് ഭയങ്കര നോസ്റ്റു ആയിരുന്നു കേട്ടാ. പഴയ കാസറ്റ് പ്ലെയർ. ഇത് എനിക്ക് ഭയങ്കര നെസ്റ്റ് ആയിരുന്നു. ഈ സാധനം വെർജിൻ മെഗാസ്റ്റോ. എടാ ഇതിന്റെ കൂടിയതുണ്ട്. മറ്റേ സാധനം ഉണ്ട് ഡബിൾ. മറ്റേ 2 ഇതില് എങ്ങനെ തൂക്കിക്കണ. ഇവിടെ സൈഡ് ഓപ്പൺ. ഓ ഗൈസ്, വൈ നോട്ട്? നിങ്ങൾക്ക് സാധനം കിട്ടിയ എന്റെ ഇടയ്ക്ക്. ഇതിപ്പോ എടാ ഈ സാധനം ഇപ്പൊ വന്നു. നിങ്ങൾ ഓർഡർ ചെയ്താ? ഓ ഗൈസ്, ഇഷ്ടം പോലെ മറ്റേ മമ്മൂസും. എനിക്ക് ഈ ക്ലോസ് ഷോട്ട് കിട്ടിയാൽ മതി. ഇത് ഇങ്ങനെ എടുക്കുക, ഈ ബ്രെഡ് ഇവിടെ വെക്കുക. അയ്യോ ഇതെന്നെ തോണ്ടി കിട്ടണം. ഓ, എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുക. ഓ എന്റെ മോനെ. നല്ല ഫ്ലേവർഫുൾ മല്ലി. അമ്മ സഹിക്കാൻ പറ്റുന്നില്ല. ഈ ബ്രെഡിലോ ആ ബ്രെഡിൽ നല്ല ഫാനാണെന്നുണ്ടല്ലോ. സൂപ്പർ. ഫസ്റ്റ് ബൈറ്റ്. ബട്ടർ ഇതെന്താ? ഓ ലെന്റിൽ സൂപ്പ്. അതോളാം. ലെന്റിൽ സൂപ്പാ. നല്ല വെരി ഗുഡ് ഹുമ്മൂസ്, വെരി ഗുഡ് മുത്തബ്ബൽ. എല്ലാം കൊള്ളാം. മുക്കന്തർ കാ സിക്കന്തർ എല്ലാം കൊള്ളാം. ചുമ്മാ അല്ല ജനം. ഇതെന്താടാ? ഓ പൊട്ടാറ്റോ. കിട്ടില്ല ഹുമ്മൂസ്. എല്ലാം കൊള്ളാം. സ്റ്റാർ ഓഫ് ദ ഐറ്റം വന്നിരിക്കുകയാണ്. ഓ ചോറ. അതിലും ഉണ്ട് നല്ലി. അയ്യോ ഇതന്നെ. എടാ നീ എല്ലാം ഇതന്നെ പറഞ്ഞ. ഇതാണ് ഇവിടുത്തെ സ്റ്റാറുകൾ. എല്ലാം നല്ലി വിത്ത് നല്ലി ഇല്ലാതെ കളി. നല്ലി വെൽക്കം ബാക്ക് ബർത്ത്ഡേ ബോയ്. ഇതാണ് അവന്റെ കേക്ക് ഇന്നത്തെ. എങ്ങനെയല്ല ഇത് 2 വലിക്കുക. ഇതിനെ കൊണ്ട് കുത്തി എവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. 5 എന്ന് പറഞ്ഞു. ഇത് രക്ഷയില്ല കേട്ടോ. സൂപ്പർ ചോറും മീറ്റ്.
Could you give me one fresh bread? Please. മുത്തപ്പലും ഗനുഷും ഒക്കെ ഉണ്ട്. അപ്പൊ ഗനുഷ്യ കഴിച്ചു നല്ല സൂപ്പ് കൊള്ളാം, സൂപ്പും എല്ലാം കൊള്ളാം. ആ വന്നു 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 ടൊമാറ്റോയും വന്നു കേക്ക് മുറിക്കട്ടെ Happy birthday to you. എന്ത് മനുഷ്യനാടാ? അതെപ്പോഴും അങ്ങനെയാണല്ലോ. Happy birthday to you. ഓഹോ വല്ലാത്ത കേക്ക് തന്നെടാ. Happy birthday. സാറില്ല ഒന്നും ആയില്ല. Happy birthday, happy birthday, happy happy birthday, Yasin. Happy birthday, Yasin. Happy birthday. Guys, ഞാൻ ബാഴ്സലോണ അവൻ സ്പെയിനിൽ ഞാൻ പോകുന്ന ഒരു രാത്രി എടാ നീ അത് മേടിച്ചാ ഞാൻ പറഞ്ഞ അല്ലല്ലേ എടാ എടാ ഇത് ഇത് ജിമിട്ട സാധനം കേട്ടാ എന്താണത് സ്പീക്കർ സ്പീക്കർ മാർഷല് വോബേൺ വോബേൺ ആ നൈസ് 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 വോബേൺ 3 ഞാൻ പാട്ടിട്ട് മരിക്കുള്ള എല്ലാരും എനിക്ക് പാട്ടാണ് പ്രാവശ്യം ഇനിയിപ്പോ കണക്ട് ചെയ്യാൻ സാധനമായി. ഞാൻ ഇതിനാണ് വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിഫ്റ്റ് തരാതെ ഇവരൊക്കെ എന്താ തരുന്നു അവിടെ ഏതാ ഇത്? ആക്ടൺ അത്യാവശ്യം നൈസാ. ആക്ടൻ 3 ഗൈസ് അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിരിക്കുകയാണ്. ആക്ടൺ 3 ഓ ഒരു ബർത്ത്ഡേ പാർട്ടിക്കും വരാത്ത രേഷ്മ വന്നിരിക്കുന്നു. അടിപൊളി. ഇനി നിങ്ങളെ എന്റെ ബർത്ത്ഡേ ഇനി നിങ്ങളെ ഗിഫ്റ്റും കൂടെ ഉള്ളു. ഇത് ഞാൻ നിങ്ങൾക്ക് എപ്പോഴാണ് എനിക്ക് എന്നെ നിങ്ങൾ കണ്ടാണല്ലോ സൂപ്പർ താൻ. അപ്പോൾ എല്ലാവരും കഴിക്കൂ. അവൻ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്ന സ്ഥലമാണ്. എന്തൊരു ജനോടെ ഇവിടെ. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് നമുക്ക് ഇവിടെ പോകണം. അത് മറ്റേ നല്ലീരെ അടുത്ത ദിവസം നീ പറഞ്ഞു ഇവിടെ വന്ന് കഴിക്കണം. കഴിക്കണ്ടേ കഴിച്ചാ എന്തോ പള്ളിക്കെട്ടാ കാസർഗോഡ് വരെ പള്ളി കിട്ടും. കവറില് നെയ്ച്ചോറും പള്ളിക്കറിയും ഇട്ട്. അയ്യോ അതെവിടെ കിട്ടും? അത് പറയണ്ടേ, എനിക്കും വേണമായിരുന്നു. പള്ളിക്കെട്ട് കാസർഗോഡ് കാസർഗോഡ് ഫേമസ് ആണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ലെറ്റ് us eat പീസ്ഫുൾ ആയി. 16th ഓ 17th ഫാറ്റിന്റെ കളി, ഫാറ്റ് അയ്യര് കളി, ഹെവി കൊല ഹെവി. കുഴപ്പമില്ല ഇല്ലേ, പക്ഷേ ക്വാളിറ്റി ഉണ്ട്. മീറ്റും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഒരു വൺ ടൈം വണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഉയ്യോ ഒരു ഇതിന്റെ ഇടയിൽ ശീഷ്ട ഉപ്പ് വന്നിരുന്നു കേട്ടോ. അയ്യോ ഉപ്പ് എന്നൊക്കെ പറഞ്ഞ ഉപ്പ് മാത്രമേ ഉള്ളൂ എൻ്റെ അത്. എന്തിനാണെങ്കിലും അറബികളൊന്നും ഈ പരിപാടി കാണാത്തോണ്ട് മറ്റേ സ്മോക്ക് ഹൗസിലൊക്കെ പോകുന്ന നല്ല മണി. ഇത് ഭയങ്കര എക്സ്പെൻസീവ്. ഇത്രയും ജനമൊക്കെ നമ്മൾ വിചാരിച്ചു വേറെ ലെവൽ. പക്ഷെ വളരെ അങ്ങനെ ഫ്ലേവറോ ചോറൊന്നും അങ്ങനെ ഫ്ലേവർ റൈസോ അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കര ഈ പ്രൈസിന് 2 എണ്ണം കഴിക്കാം റിപ്സ്. സത്യം. സോ യാ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ. ശരി ഗൈസ്, അങ്ങനെ നമ്മുടെ സുബിനോളജി നാളെ UK വരെ ഒന്ന് പോവുകയാണ്. മേള കാണാൻ, പരേഡ് കാണാം. പരേഡ് ആർസനലിന്റെ പരേഡ്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ആർസനൽ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആണ്. അതോടൊപ്പം തന്നെ 1.5 മില്യൺ ആൾക്കാരാണ്, ഫാൻസ് ആണ് ഈ ഒരു പരേഡിന് പങ്കെടുക്കുന്നത്. 1.5 മില്യൺ. നേരെ സുബിനോളജിയുടെ ചാനലിൽ പോയി കാണാം. അവിടെ ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. അവിടെ അല്ല, പരേഡിൽ എത്തണല്ലോ. അതും എത്തും. മോഹനൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ നടന്നിരിക്കും. വരെ നടന്നു. കുഴിമന്തി സ്പൈഡർമാനെ കണ്ടോ? അത് സ്പൈഡർമാനെ കണ്ടാൽ ഇങ്ങനെ സ്പൈഡർമാന്റെ ഹൈലൈറ്റ് വീഡിയോയിലുണ്ട്. ഹൈലൈറ്റ് വീഡിയോയില് ഫോട്ടോയിലുണ്ട്. അതൊക്കെയാണ് മോനെ, ഒരു രക്ഷയില്ല. അവന് മെസ്സിയെ കണ്ടില്ലല്ലേ, മിക്കവാറും അവൻ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ അതേപോലെ നാളെ നമ്മൾ 3 ബ്രോസിൽ പോകുന്നുണ്ട്. വീണ്ടും അല്ല, ഞാൻ വീണ്ടും. ഇവര് ആദ്യം. ഇതുപോലെയൊന്നും അല്ല കേട്ടോ. ബർഗർ 11 രാവിലെ ആണോ? ഏതാ ഫ്ലൈറ്റ്? ഉള്ളൂ. ബിസിനസ് ക്ലാസ് ആണോ? നോർമൽ ക്ലാസ്.
മിഡിൽ ക്ലാസ്. ഓ എന്തൊക്കെ ചളിയുണ്ടല്ലേ ബിസിനസ് ക്ലാസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ. മിഡിൽ ക്ലാസ്. എന്റെ മനസ്സിൽ 4 എണ്ണം വന്നു. ഒരെണ്ണം പറയണ്ട. ഒന്ന് ഞാൻ ബിസിനസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പോകാറില്ല. 2 വേണമെങ്കിൽ ആ എക്കണോമി ഇരുന്ന് ബിസിനസ് ചെയ്യാം. ബിസിനസ് ക്ലാസ് അല്ലേ? അത് 2 പറയാൻ പറഞ്ഞു. 3 പറയണോ? മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ആ കോമഡി പറഞ്ഞു പോയതാ. അടുത്ത പറ. കോമഡി പോയതാ. അടുത്ത പറ. മൂന്നാമത്തെ മൂന്നാമത്തത് അയ്യോ മൂന്നാമത്തെ എന്തിനാന്ന് ഞാൻ പറഞ്ഞു. അയ്യോ ഞാൻ കാട്ടാളിരിക്കട്ടെ അതാ ഭേദം. എടാ ഞാൻ അതിന്റെ ചളുവെന്നല്ലേ പറഞ്ഞ. അല്ല അതാണ് ഞാൻ പറഞ്ഞ ബിസിനസ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ചളിയാണ്. അയ്യോ മിഡിൽ ക്ലാസ്. നീ ഒന്നുകൂടി ചോദിച്ചേ. ബിസിനസ് ക്ലാസ്സിലാണോ അല്ലേ? ഈ ലൈറ്റ് നിന്റെ തലന്റെ മുകളിൽ വെച്ചോളാം. ഞാൻ മിഡിൽ ക്ലാസ് ആണ്. എക്കണോമി ഇരുന്ന് ബിസിനസ് ക്ലാസ്സിൽ. അടുത്ത മൂന്നാമത് എല്ലാരും ഉണ്ടാക്കട്ടെ. രേഷ്മ ഉണ്ടാക്കട്ടെ. എടാ ഞാൻ പറയാം ബിസിനസ് ക്ലാസ്സിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ വന്നേടാ അത് പോയത്. അതെന്തായിരുന്നു? അതിൽ ആ ക്ലാസ് ഇരുന്ന് ബിസിനസ് ഒക്കെ ചെയ്യണ്ടേ, അതാണ് ഞാൻ അങ്ങോട്ട് പോകാറില്ല. അല്ല എക്കണോമി ക്ലാസ് ഇരുന്നിട്ട് ബിസിനസ് ചെയ്യാമെന്നാണ്. വേണമെങ്കിൽ അതിന്റെ ബിസിനസ് എടാ കോമഡി അല്ലടാ പൊട്ടാ. നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലായിരുന്ന? അയ്യോ അതല്ല എടാ ഒരു സാധനം പറയുമ്പോ എത്ര ഊള തമാശകൾ വരുന്നു എന്നാണ്. നീ പറ മനസ്സിലായില്ലേ? അത് നമ്മളൊന്ന് തേർഡ് ക്ലാസ് ആവണം. നമ്മുടെ തറകൾക്ക് പറ്റിയ സാധനം. ഒരു തമാശ ബിസിനസ് ക്ലാസ് ആണോ? ചേട്ടാ എനിക്ക് തമാശ പറയാൻ അറിയില്ല. അല്ല തമാശയല്ല, ടൈം കിട്ടാറില്ല. ബിസിനസ് ക്ലാസ്സിലാണോ പോകുന്നത്? അല്ല ആർട്സ് ക്ലാസ്സിൽ. ബിസിനസ് ക്ലാസ്സിലാണോ പോകുന്നത്? അല്ല സ്റ്റീൽ ക്ലാസ്സില. അത് ഗ്ലാസ് അല്ലേ? അല്ലടാ ഇത് കോമഡി അല്ല. മോളെ ഒരു ചളി പറയടി. അല്ല അവള് പാവപ്പെട്ട എക്സ്ട്രാ ഇൻട്രോവേർട്ട് ചുമ്മാ ബിസിനസ് ക്ലാസ്സിലാണോ മെന്തി പോകുന്നത്? ഞാൻ ഒരു മിഡിൽ ക്ലാസ് കാരനെ കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് ബിസിനസ് ക്ലാസ് വേണ്ടെന്ന്. ഞാൻ വിചാരിച്ചേ വേറെ സാധനം ഉണ്ട്. ബിസിനസ് ക്ലാസ്സിലാണോ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ് കാരനെ കിട്ടിയത്. ടയറിൽ തന്നെ പോവാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്. ടയറിൽ ഇരുന്ന് പോവാൻ പൈസ ഇല്ല, അപ്പോഴല്ലേ രേഷ്മ ബിസിനസ് ക്ലാസ്സിലാണോ പോകുന്നത്? എനിക്ക് ആലോചിക്കാൻ ഇത്തിരി സമയം തരാമോ? നല്ല സാധനം പറയാം. അല്ല 10ാം ക്ലാസ്സിലാ. അത് കൊള്ളാം. ക്ലാസ് 10ാം ക്ലാസ് നൈസ്. നിന്റെ ക്ലാസ്സിനെ ഞാൻ കണ്ടില്ല. സ്റ്റീൽ ക്ലാസ് നല്ലല്ലേ ഇവിടെ? അല്ല അത് ഗ്ലാസ് ആണ്, ക്ലാസ് അല്ല. കിട്ടി. എന്നോട് ചോദിക്ക്. ബിസിനസ് ക്ലാസ്സിലാണോ പോകുന്നത്? എന്റെ ഒരുപാട് കൂളിംഗ് ക്ലാസ് ഉണ്ടായിട്ട് എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ പോകണ്ട. അതും ഗ്ലാസ്സാ? എടാ നീ ഗ്ലാസ് ഇവിടെ ക്ലാസ് പിടി. ക്ലാസ് ഇത് ഗ്ലാസ് അങ്ങനല്ല. You going business class? No, I'm 10ാം ക്ലാസ്. അവസാനത്തെ ജോക്ക്. ബിസിനസ് ക്ലാസ്സിലാണോ പോകുന്നത്? രേഷ്മ ബിസിനസ് ക്ലാസ്സിലാണോ പോകുന്നത്? അല്ല 2ാം ക്ലാസ്. വേറെ കാര്യം പറഞ്ഞേ, ഒരു പ്രതീക്ഷയില്ല. വ്ളോഗിന്റെ നിലവാരം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഒരു പ്രതീക്ഷയില്ല മോനെ. അത് ചളി അടിച്ചു കഴിഞ്ഞു, അവിടെ തീർന്നു. അത് ആ ജോക്ക് പറഞ്ഞത് കണ്ടിരിക്കുന്നതാണ്. യാസറിന്റെ ബാപ്പ കൊടുത്ത ഗിഫ്റ്റ്. ഇത് പോലീസിന്റെ വാച്ചാണ്, മാറ്റി അപ്പൊ ഇതെന്തോ കള്ളന്മാരുടെ വാച്ചോ? ഇത് ടൊർണാഡോ. ഇത് കള്ളന്മാരെ വാച്ച്. ഇത് കള്ളന്മാരുടെ വാച്ച്. ഇത് പോലീസിന്റെ വാച്ച്. കൊള്ളാം. കള്ളന്മാർ ശരിയാട്ടാ. അത് ചോപ്പ് നമുക്ക് ഇറക്കായിരുന്ന തീഫ് ബ്രാൻഡ്. കള്ളൻ തീഫ് നല്ല ഇടുന്നത്. കള്ളൻ തന്നെയാണ്. KALLN. കൊള്ളാം. നമ്മൾ പോയിട്ട് വരാം. ഞാൻ സാധനം പറയാം. പറയൂ. പാടി റാണി ഒരു ചായ. പോയാടാ. റാണി തിരിച്ചു പറയാം, ഡാഡി നോ ചായ. എല്ലാരും ഇപ്പൊ ഡാഡി തന്നെയല്ലേ വിളിക്കുന്നത് എല്ലാരും. റാണി ഡാഡി വിളിക്കാറുണ്ടോ?
അവളുടെ ഡാഡിനെ പോലും ഡാഡിനെ വിളിക്കാറില്ല. അതേരാണോ? പിന്നെ ഉപ്പ വിളിക്കാറില്ല. അല്ല എന്റെ പിന്നെ വിളിക്കണം. നിങ്ങളെ കണ്ടാൽ ഡാഡിയായിട്ട് തോന്നൂടാ, അതുകൊണ്ടായിരിക്കും വിളിക്കുന്നത്. നിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. നീ പപ്പ നോക്കടാ, തലയിൽ നരച്ച മുടി അടിച്ച് നീയാണടാ എന്നെ നീ പറയണത്. അതൊക്കെ വരും. ഇത് കട്ടിയല്ലേ കട്ടിയല്ലേ അതുപോലെ ഇടണേ. അതേപോലെ ഇടണേ. ഈ മറ്റേ തലയിൽ മുടിയും നരപ്പിച്ച് കിടക്കണ യവൻ എന്നെ അങ്കിൾ വിളിക്കണം. ഈ നാറിക്കൊണ്ട് 35 വയസ്സ് 35 years. എഡിറ്ററെ കൊന്നാലും കട്ടേരുത് കേട്ടോ. കാട്ടിയല്ല കേട്ടോ, ഇത് ഇടണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം 35 വയസ്സും 35 ദിവസവും കാണിക്കും മറ്റേ ഫുൾ ടൈം അത് തന്നെ. ഇട്ടിട്ടുണ്ട്. കമന്റ് അടിച്ച എന്റെ വീഡിയോയില് അവനല്ല വീഡിയോയിൽ കമന്റ് ആവാം. വെല്ലുവിളികളാവാം. അലൻ ജോസ് പെരേര വെല്ലുവിളികളാവാം. അലൻ ജോസ് പെരേര നമ്മുടെ യാസറിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത് 2000 എത്ര രൂപ? 3000 രൂപ. യാസിറിന്റെ ബർത്ത്ഡേ അല്ലേ, അടിപൊളിയല്ലേ, ഗംഭീരമല്ലേ. 500 ടിപ്പല്ലേനോ? 2500 ശരിക്കും. ഓ ഡാൻസ് ഒക്കെ ചെയ്തേ. ബർഗർ തിന്നുന്ന ബർഗർ കുട്ടനല്ലേ, അടിപൊളിയല്ലേ, യാസിറിന്റെ ജന്മദിനത്തിന് എല്ലാവിധ ആശംസ നേരുകയല്ലേ. മെഹന്തിയുടെ സ്വന്തം ഹസ്ബൻഡ് അല്ലേ. ഇതൊക്കെ 4 ബ്രാഞ്ച് ഇല്ലേ, എല്ലാം പറഞ്ഞിട്ടുണ്ട്. B60 എന്നൊരു ബർഗർ ഷോപ്പില്ലേ. പക്ഷെ അത് നല്ല വൃത്തിക്ക് പാടി. ഗൈസ്, നിങ്ങൾക്ക് AJP ഇത് ചെയ്യണമെങ്കിൽ ഓ വീഡിയോ ഡയറക്ഷനും ഡയറക്ഷൻ വിത്ത് ഇംപ്രവൈസേഷൻ. നമ്മള് കേക്ക് ഒരു നടത്തിരുന്നല്ലോ. അപ്പൊ അവൻ മെനക്കെട്ടില്ല. അവനക്ക് പണിയെടുക്കേണ്ട വന്നിട്ടില്ല. അവൻ നിനക്ക് തന്നെ ചെയ്താൽ പോരായിരുന്നു. എന്ത് വ്യത്യാസം? ഗൈസ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിക്കാം കേട്ടോ. AJP അടിപൊളിയല്ലേ. പിന്നെ എന്താ പറഞ്ഞു കൊടുത്ത? വേറെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത? ദുബായ് പെണ്ണുങ്ങളുടെ കാമുകനല്ലേ, എന്തൊക്കെ അപ്പൊ നീയാണ് അവന് എല്ലാം ലൂസ് ചെയ്ത് പിള്ളേര് ഫാൻസ് ഫാൻസ് ഇല്ലേ, ഗേൾസ് ഫാൻസ്. ആ ഗേൾസ് ഫാൻസ് ഇല്ലേ? ഒരുപാട് ഗേൾ ഫാൻസ് ഉള്ള GTR കുട്ടനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് വേണേൽ സ്പോൺസർഡ് ആഡ് കൊടുക്കാം. അതിന്റെ ആവശ്യമില്ല. 10 പേര് കാണാൻ 3000 രൂപ മുടക്കിയത്. അതെ, 3000 രൂപ. ഷസാമിന് പോലും കിട്ടുന്നില്ല. അതെ, എനിക്ക് പോലും ബർത്ത്ഡേ വിഷിന് ഫ്രീ ആ എല്ലാരും ചോദിക്കുന്നത്. ചേട്ടാ ഫ്രീ ആയിട്ട് ഒരു ബർത്ത്ഡേ വിഷ് അവൻ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ടില്ലേ? ആ മതി മതി മതി, കേട്ടില്ലായിരുന്നു ആ വീഡിയോയുടെ അവസാനം? അടിപൊളിയല്ലേ, മതി. ആ മതി മതി. ഗൈസ്, അപ്പോ നമ്മള് ഡിസേർട്ട് കഴിക്കാനായിട്ട് നേരെ ഗലേറിയ മോൾ, അന്ന് നമ്മൾ പോയില്ലേ മറ്റേ ഇതിന് ബട്ടർ പുഡിംഗ് തിന്നെ ഹോം ബേക്കറി, അങ്ങോട്ട് പോകണം. അപ്പൊ എല്ലാരും പറഞ്ഞുണ്ട്. അപ്പൊ അവിടെ വെച്ച് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ സ്വീറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു കടയിൽ വന്നിരിക്കുകയാണ്. നല്ല ചോക്ലേറ്റ് കഴിക്കാനായി. ചെറിയ സെറ്റപ്പ് കട അല്ലേ, ടിറാമിസു. ഓ, ഇവിടെ ഒരുപാട് മറ്റേ സ്വീറ്റ്സ് ആണ്. സ്വീറ്റ്സ് ഐഫോൺ വിൽക്കാൻ വെച്ചേക്കുന്നു. എല്ലാവരും ഐഫോൺ യൂസ് ചെയ്യുന്നത് കണ്ടോ? ഷസാം ഐഫോണിനെ കുറ്റവും പറയും, പക്ഷെ എല്ലാവരും ഐഫോൺ യൂസ് ചെയ്യുന്നത്. ഞാൻ പറയണൊക്കെ നിർത്തിയല്ലേ. നിർത്തിയല്ലേ? ഞാൻ ഇപ്പൊ സാംസങ്ങിന്റെ തുടങ്ങി വിളിക്കുന്നത്. കീടിലം ഫോണാണ്. 2026 വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഫോൺ. This is black. റോസ് ഗോൾഡ്. റോസ് ഗോൾഡ് ഐഫോൺ 15. സാംസങ് 20 Pro അൾട്രാ. വെരി ഗേർലി. ഇതാണ് ഇവിടത്തെ സ്പെഷ്യാലിറ്റി. ചീസ് കേക്കിന്റെ മണ്ടയിൽ ചോക്ലേറ്റ്. ഇപ്പൊ തെറിക്കും മോന്റെ മുഖത്ത്. എന്താടാ വെത്തിരി വയ്ക്കുന്ന? ഓ, മയങ്ങി വീണ് മയക്കം എന്നെ. ഫിറ്റ്. നമ്മൾ എവിടെയോ കഴിച്ചിട്ടുണ്ടല്ലേ. ഇതാ ഗ്ലോബൽ വില്ലേജിൽ ഇതേപോലത്തെ സാധനം നമ്മൾ കഴിച്ചത്. അവിടെ ബാസ്ക വിതൗട്ട് ചോക്ലേറ്റ്. എവിടെ UK ലാണോ? അല്ല, സെയിം ക്വാളിറ്റി. ബേക്ക്ഡ് യോഗർട്ട്. ഓ, സൂപ്പർ. എവിടെ ഹോട്ടൽ സ്റ്റേക്ക് പോയാണ്. എന്റെ ഫേവറേറ്റ് സാധനമാണ് ബോയ്ക്ക് യോഗർട്ട്. അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യം വീട്ടിലോ നീ കഴിക്കാനും പറ്റുന്ന സാധനമാണ്. നല്ല എനർജി ഡൗൺ. ഞാൻ പിന്നെ വിളിക്കാം. പൊറോട്ട, കീമ ആൻഡ് മുട്ട. എനിക്ക് ശാസ്ത്രീയ പക്ഷെ അറിയത്തില്ല. ഫുഡോളജിക്കലി അത് എഡിറ്റ് കഴിക്കണം. ഹോട്ട് സോസാ? എവിടെ മുട്ടയുടെ ഉണ്ണിയിലാണോ
അയ്യോ സോ ഫണ്ണി. ഇവിടെ ബാഡി അതറിയോ? ഇവിടെ ബാഡി സെക്ഷൻ. ഇത് ചെറിയ ബാഡി, ഇത് വലിയ ബാഡി. എക്സ്ട്രീം എക്സ്ട്രീം. കാൽ ബാഡി. ഇത് വീട്ടിൽ കിടപ്പഴാണ് ബാഡി. മാണ്ട മാണ്ട മാണ്ട. ആർട്ടിസ്റ്റിന്റെ പേര് അത് പൊറോട്ട കീമ വിത്ത് ഓംലെറ്റ്. ബുൾസൈ എന്ന് ഞാൻ പറയാം. ഇതാണ് റോട്ടി സറ. നോ ഐസ് 260. V60. എടാ നിങ്ങൾ എന്താ V60 ഇറക്കാത്ത? V60 അതാകുമ്പോ പേര് സിമ്പിൾ അല്ല, ആൾക്കാർക്ക് പറയാൻ എളുപ്പം. സാർ ഒരു V60 ഈസി. നീ ഓവർ ടിക്കിൾ ചെയ്യുന്നുണ്ട് എല്ലാരും എടുത്ത്. ഓവർ ഓർ ടിക്കിൾ ചെയ്യുന്നുണ്ടെന്ന്. എടാ ഞാൻ കണ്ടോടാ ഞാൻ. നീ കോൾഡ് അല്ലടാ പറഞ്ഞേ. ഗ്ലാസ് മാത്രം ഹോട്ട്. ഓ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ നിന്നോട് ഒരു പ്രാവശ്യം ശേഷം പറഞ്ഞു അഭിനയിക്കാൻ. നിങ്ങൾ പ്രേക്ഷകർ എന്നോട് ഡയറക്റ്റ് പറയാം. ഒരു സ്കോച്ച് വിസ്കി അടിച്ച് കയ്യിരിക്കും സ്കോച്ച് വിസ്കി. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന കാണിച്ചു. ശരി നീ വെള്ളം അടിക്കാൻ നിർത്തല്ലേ? അപ്പൊ നിനക്ക് അറിയാലോ എങ്ങനെ ചെയ്യുന്നത്. എനിക്കറിയില്ല, വേണമെങ്കിൽ ഞാൻ വരട്ടെ. അളിയ ഒരു CS അടിയാണ്. അതാണ് നിന്റെ അഭിനയം. ഒരു പേപ്പർ ഒഴിയാ ചപ്പാറിന്റെ കയറ്റി വേണം അങ്ങോട്ട് പറഞ്ഞാൽ. അടിച്ചിട്ടുണ്ട്. എന്റെ അവസാനത്തെ ഗ്ലാസ്. ബാഡിക്ക് പറഞ്ഞ ഒഴിയാണ്. വൻ അഭിനയം കേസ്, വൻ അഭിനയം. ഞാൻ നിർത്തിയാണ് കേട്ടാ. ഈ ബ്ലോഗ് എന്നേക്കുമായി നിർത്തുക. അൽഷാസ്വാമിന്റെ വീടാ. എല്ലാവരും ടാറ്റ അടിച്ചേ. ആ നീ ആദ്യടാ. നിങ്ങൾക്ക് ഹാവ് എ സേഫ് ജേർണി. ഓ താങ്ക് യു. സീ യു സൂൺ. സോ ടാറ്റ. ഇവിടെ കാപ്പിയാണ് കിട്ടണേട്ടെ. ഞാനും വന്ന് ഇവിടെ കള്ളു വൈകിരുന്നു. ചിലവര് വന്ന് ചിലപ്പോ ചോദിക്കും. കൂടി പറഞ്ഞ ചേട്ടന്റെ തലയിൽ ബൈ ബൈ.